students, welcome to ASF Academy. I am Femi. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Auditing and Corporate Governance എന്നുള്ള പേപ്പറിലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതെല്ലാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് പ്രിപ്പയർ ചെയ്തിരിക്കണ ലാസ്റ്റ് ഇയേഴ്സിലെ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും നമ്മളെ പുതിയ സിലബസിന്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഷോർട്ട് ആൻസർക്കുള്ള ടോപ്പിക്സുകളൊക്കെയാണ് പറയുന്നത്. ഷോർട്ട് എസ്സേ, എസ്സേ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഓഡിറ്റിംഗിന്റെ ഡെഫിനിഷൻ. സെക്കൻഡ്, ഫീച്ചേഴ്സ് ഓഫ് ഓഡിറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. വർക്കിംഗ് പേപ്പർ മീനിങ്, സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ് മീനിങ്, ഓഡിറ്റ് പ്രോഗ്രാം മീനിങ്, വെരിഫിക്കേഷൻ എന്താണെന്ന് ഡെഫിനിഷൻ, ഫ്രോഡ് ഡെഫിനിഷൻ, ഇൻട്രീം ഡിവിഡൻഡ് മീനിങ്, cost audit definition, wasting asset meaning, voluntary audit definition, valuation of asset meaning, internal control meaning, qualified report meaning, audit standards definition, state basic qualification of an auditor. ഒരു ഓഡിറ്റർക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഷോർട്ട് ആൻസറിൽ വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ ഷോർട്ട് എസ്സേക്ക് ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അതുപോലെ എസ്സേയിലും വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ഷോർട്ട് എസ്സേക്കാണ് ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് എൻ ഓഡിറ്റർ ചാൻസ് ഉള്ളത്. ഇവിടെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടുള്ളൂ എന്തൊക്കെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ഓഡിറ്ററുടെ എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഡിറ്റ് ഡെഫിനിഷൻ, ഫൂട്ടിംഗ് എന്താണെന്ന് മീനിങ്, വൗച്ചിങ് ഡെഫിനിഷൻ, കോമ്പൻസേറ്റിംഗ് എറർ മീനിങ്. കോമ്പൻസേറ്റിംഗ് എറർ മീനിങ് പറയുമ്പോൾ നമ്മൾ എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ അതൊക്കെ ജസ്റ്റ് മീനിങ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ടെസ്റ്റ് ചെക്കിംഗ് മീനിങ്, സ്റ്റേറ്റ് ടു ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റ്, ഓഡിറ്ററുടെ ഏതെങ്കിലും രണ്ട് ലിമിറ്റേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. പ്രൈവറ്റ് ഓഡിറ്റ് മീനിങ്, എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ പ്രിൻസിപ്പിൾ എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഏതിലാണ് വരുന്നത്, നമ്മുടെ എറർ ഓഫ് കോമ്പൻസേറ്റിംഗിൽ വരുന്നത്. അപ്പൊ അത് ജസ്റ്റ് മീനിങ് എന്താന്നുള്ളത്. ഓഡിറ്റ് റിപ്പോർട്ട് ഡെഫിനിഷൻ, ഹു ഈസ് അപ്പോയിന്റിംഗ് ദ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എൻ കമ്പനി, ആരാണ് കമ്പനിയുടെ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഇൻട്രീം ഓഡിറ്റ് മീനിങ്, സ്റ്റേറ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് നമുക്കറിയാം രണ്ട് ടൈപ്പിലുണ്ട്, പ്രൈമറി ആൻഡ് സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യുക, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടീമിംഗ് ആൻഡ് ലാഡിംഗ് മീനിങ്, different kinds of vouchers, verification of asset definition. ഇതൊക്കെ എന്താ ഫസ്റ്റത്തെ ആ ഷോർട്ട് ആൻസറിനുള്ള ടോപ്പിക്സ് ആണ് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, കണ്ടിന്യൂസ് ഓഡിറ്റിംഗ് ഡെഫിനിഷൻ, ഓഡിറ്റ് പ്ലാനിംഗ് മീനിങ്. നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റിംഗിന്റെ ലിമിറ്റേഷൻ പറഞ്ഞ പോലെ സ്റ്റേറ്റ് എനി ടു ലിമിറ്റേഷൻ ഓഫ് ഇൻട്രീം ഓഡിറ്റ്, മെൻഷൻ സബ്സിഡറി ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റ്. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് എന്തൊക്കെയാണ് നമ്മളെ സബ്സിഡറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിംഗ് ഉള്ളത്. എറർ ആൻഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറർ, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, അതിന്റെ സബ് പോയിന്റ്സ് ഒന്നും ലിസ്റ്റ് ചെയ്യുക. കമ്പൽസറി ഓഡിറ്റ് ഡെഫിനിഷൻ, ഓഡിറ്റ് നോട്ട്ബുക്ക് മീനിങ്, കൊളാറ്ററൽ വൗച്ചർ മീനിങ്, ഇൻവെസ്റ്റിഗേഷൻ ഡെഫിനിഷൻ. ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ജസ്റ്റ് ഡെഫിനിഷൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. കോർപ്പറേറ്റ് ഗവർണൻസ് റൈറ്റിംഗ് അതെന്താണ്. നെക്സ്റ്റ് ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ട് മീനിങ്, എക്സ്പ്ലെയിൻ ഓഡിറ്റ് ക്ലീന്, corporate governance meaning, corporate failure meaning, green governance meaning, insider trading definition. അപ്പോൾ നമുക്കറിയാം മെയിൻ ഏരിയയിലെ ഒരു 80% ഓഡിറ്റിംഗ് പോർഷനും ഒരു 20% കോർപ്പറേറ്റ് ഗവർണൻസ് എന്നുമാണ് ക്വസ്റ്റ്യൻസ് ചാൻസസിൽ. അപ്പോൾ അതുകൊണ്ടാണ് കോർപ്പറേറ്റ് ഗവർണൻസിൽ കുറച്ച് ഏരിയാസ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് ആൻസറിനുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഷോർട്ട് എസ്സേക്കുള്ളത്. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിന്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഷോർട്ട് എസ്സേക്ക്. അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ചെക്ക്, മെയിൻ പോയിന്റ്സ് ടു ബി കൺസിഡർ വൈൽ എക്സാമിങ് വൗച്ചർ, ഓഡിറ്റർ വൗച്ചർ നടത്തുന്ന ടൈമിൽ വൗച്ചർ എക്സാമിൻ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ കണ്ടന്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്, മാനേജ്മെന്റ് ഓഡിറ്റ് എന്താണോ അതിന്റെ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെന്റ് ഓഡിറ്റ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, ഓഡിറ്റ് പ്ലാനിങ് അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാനാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കേഷൻ,
steps taken for verification of debenture. Debentures verification ചെയ്യുന്ന ടൈമിൽ auditors taken ചെയ്യുന്ന different steps എന്തൊക്കെയാണെന്ന്, auditing അതിന്റെ advantages, പിന്നെ internal audit and its features, പിന്നെ objective of verification of asset, explain the essentials of valid voucher ഉണ്ടാവാൻ വേണ്ട essentials എന്തൊക്കെയാണ്, പിന്നെ continuous audit and its objective, difference between valuation and verification, state the liability of an auditor to third partyക്ക് വരുമ്പോൾ auditor liability എന്തൊക്കെയാണ്, cost audit and its objective, difference between internal audit and internal check, features of good audit report, ഒരു നല്ല audit report വരുമ്പോൾ അതിന് വേണ്ട features, പിന്നെ vouching and its objective, difference between investigation and auditing, principles of audit, auditing techniques, routine check and its merits, objective of share transfer audit, share transfer auditing ന്റെ objectives, corporate governance and its important, green governance and its features. ഇത്രയാണ് ഷോർട്ട് എസ്സേക്ക് ചാൻസസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എസ്സേക്ക്. ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്ക്, ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ ടേം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ് ഇന്റേണൽ ഓഡിറ്റിന്റെ പർപ്പസസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്, അതൊരു എസ്സേക്ക് വരുന്ന ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ്. പിന്നെ വെരിഫിക്കേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസെറ്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസെറ്റ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക ഓഡിറ്റർ എന്നുള്ളത്. പിന്നെ ഓഡിറ്റർ ആൻഡ് ഇറ്റ്സ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ്, ഒരു ഓഡിറ്റർ എന്താണെന്നും ഓഡിറ്റേഴ്സിന്റെ റൈറ്റും ഡ്യൂട്ടീസും ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയി എഴുതണം, എസ്സേ ആണ്, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം. ഇത് ഷോർട്ട് എസ്സേയിലാണെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് ഓരോ പോയിന്റ്സും വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണം ഇവിടെ. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റിംഗ്, പിന്നെ ക്വാളിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ, important steps to be taken by an auditor before commencement of an audit, ഒരു ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു ഓഡിറ്റർ എടുക്കുക എന്നുള്ളത്. പ്രൊവിഷൻ റിഗാർഡിംഗ് ദ അപ്പോയിൻമെന്റ് ആൻഡ് റിമൂവൽ ഓഫ് കമ്പനി ഓഡിറ്റ്, കമ്പനി ഓഡിറ്റ് ഓഡിറ്റിംഗിൽ വരുന്ന അപ്പോയിൻമെന്റും റിമൂവലും ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്. നെക്സ്റ്റ് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ അണ്ടർ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ടിലെ ഓഡിറ്ററുടെ ലയബിലിറ്റീസ്. പിന്നെ എന്താണ് ഫ്രോഡ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രോഡ്, സ്റ്റെപ്സ് ടേക്കൺ ഫോർ വെരിഫിക്കേഷൻ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ നേരത്തെ പ്രൈമറി ഒബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ചെയ്ത്, പക്ഷെ ഒബ്ജക്ട്സ് ഇവിടെ ഇങ്ങനെ ചോദിക്കുന്ന ടൈമിൽ എന്താണ് ഓഡിറ്റിങ്, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, സബ്സിഡറി ഉണ്ട്, സബ്സിഡറിയിൽ തന്നെ എറർ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ഉണ്ട്, ഡിറ്റക്ഷൻ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഉണ്ട്, എറേഴ്സിൽ തന്നെ ഒമിഷൻ, കമ്മീഷൻ, കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്, ടെക്നിക്കൽ എറർ, പ്രിൻസിപ്പിൾ ഓഫ് എറർ ഉണ്ട്, പിന്നെ ഫ്രോഡിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം ഇവിടെ എഴുതുമ്പോൾ. നെക്സ്റ്റ് റീസൺസ് ഫോർ മിസ്ഗവർണൻസ് ഇൻ ഇന്ത്യ, മേജർ കോപ്പറേറ്റീവ് ഗവർണൻസ് ഫെയിലിയേഴ്സ് ഇൻ ഇന്ത്യ. ഇത്രയും ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേക്കുള്ള ഏരിയാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ട ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയാസ് എല്ലാം നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും നിങ്ങൾക്ക് 90+ മാർക്ക് കിട്ടും. കാരണം ഒരു ഷോർട്ട് ആൻസറിന് ഇതിൻ്റെ പുറത്തുനിന്ന് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരുമോയെന്ന് എനിക്ക് തോന്നണില്ല, അത്രയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.